ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ വീട് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ എഗ്രിമെൻറ്റ് എഴുതിയപ്പോൾ പിറ്റേ ദിവസം തന്നെ ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഓവർനൈറ്റ് കൊണ്ട് പാക്കിംഗ് എല്ലാം എങ്ങനെയെങ്കിലും ഒന്ന് കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഓരോരോ ബോക്സിലാക്കി എല്ലാം കറക്റ്റായിട്ട് അടുക്കി പെറുക്കി വെച്ച്. നമ്മുടെ വീട്ടിലേക്കാണെങ്കിൽ കവറിലെടുത്തിട്ട് പോകാനൊന്നും പറ്റത്തില്ല. ഇവിടെ ആണെങ്കിൽ കറക്റ്റായിട്ട് പാക്കിംഗ് എല്ലാം ചെയ്തിട്ട് എന്തെങ്കിലും വണ്ടിയിൽ കേട്ടത്തുള്ളൂ, അങ്ങനെയൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വീട് ഫുള്ള് ക്ലീൻ ചെയ്ത് നമ്മളത് രാത്രി മുഴുവനും പണിയെടുത്ത്. ആക്ച്വലി 3 മണി വരെ 4 മണി വരെ പാക്കിംഗ് ആയിരുന്നു. ഫുള്ള് ക്ലീൻ ചെയ്ത് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നത്. അങ്ങനെ താഴെ പോയി കോഫിയൊക്കെ കുടിച്ച്, കാരണം പാക്ക് ചെയ്തുകൊണ്ട് ഒന്നും തിരിച്ചെടുക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ റെഡിയായിട്ട് പോകാൻ വേണ്ടിയൊക്കെ റെഡിയായി. പക്ഷേ എനിക്ക് ഒരു വിഷമമുണ്ട്. തായ്വാന് വന്നിട്ട് ഈ മുറിയിലായിരുന്നു ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്തത്. ഓക്കെ ഓക്കെ ശീശേ ഓക്കെ. ചൈനീസിൽ ആ ഒരു വേർഡ് മാത്രമേ അറിയത്തുള്ളൂ കേട്ടോ, ശീശേ. താങ്ക് യു ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്ത് പുള്ളി. നമ്മൾ 5ാമത്തെ നിലയിൽ നിന്ന് സാധനങ്ങളെല്ലാം പുള്ളിക്കാരനും ബാലറ്റിനും കൂടിയാണ് എടുത്തു വെച്ചത്. ഞാൻ ജസ്റ്റ് ഒന്ന് കയറിയെന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം അവരെന്നെ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നൈറ്റിലായിരുന്നു നമ്മൾ ട്രാവൽ ചെയ്തത്. ഒരു നോർത്തിലേക്ക് ഒരു 6 കിലോമീറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വന്നു. ഇതാണ് നമ്മുടെ ആ നൈറ്റ് വ്യൂ. നോർത്ത് സൈഡ് ഷിൻഷുവിൻ്റെ നല്ല പ്ലേസാണ്. ഭയങ്കര പോർഷ് ഏരിയയാണ്, കുറച്ച് സിറ്റി സൈഡാണ്. അപ്പോഴേ ഇതാണ് നമ്മുടെ ആ ഒരു വീടിൻ്റെ അവിടെ വെളിയിൽ കുറച്ച് സ്പേസ് ഉണ്ട്, അതാണിത്. പിന്നെ ഇതാണ് നമ്മുടെ മെയിൻ ഡോറ്. അത് കഴിഞ്ഞിട്ട് അകത്തേക്ക് കയറുമ്പോഴത്തേക്ക് ഇത് ലിഫ്റ്റിൻ്റെ പ്ലേസ്. അത് കഴിഞ്ഞ് നമ്മൾ ലിഫ്റ്റിലെല്ലാം ഞാൻ മേളിൽ ചെന്നപ്പോഴത്തേക്ക് സാധനങ്ങളൊക്കെ അവിടെ സെറ്റായിരുന്നു. 4ാമത്തെ നിലയിലാണ് നമ്മുടെ വീട്. ടോട്ടൽ 10 നിലയുണ്ട്. ഞാൻ മുന്നത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് മാവൊക്കെ എടുത്തോണ്ട് ഞാൻ പോകുന്നത് അടുത്ത ദിവസം ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ാണ് നമ്മുടെ വീട്. അപ്പോൾ അത് ഐശ്വര്യമായിട്ട് ഈശ്വര ഭഗവാനെ രക്ഷിക്കണമെന്ന് വെച്ചിട്ട് വലതുകാലെടുത്ത് ഞാൻ വെച്ച് കയറി. അത് കഴിഞ്ഞിട്ട് രാത്രി ഒരു രാഹുകാലമൊക്കെ നോക്കിയിട്ടാണ് വന്നത്. അപ്പോഴത്തേക്ക് നമ്മൾ പാല് കാച്ചിന് സെറ്റപ്പൊക്കെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ പാലൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഞാൻ അവിടെ ഉപ്പ് ആ ചെടിയെല്ലാം കൊണ്ടവിടെ വെച്ച് അറേഞ്ച് ചെയ്ത്. അത് കഴിഞ്ഞിട്ട് പാല് കാച്ചാൻ വേണ്ടിയിട്ട് അതിന് വിളക്കെത്തിക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് അവിടെ നമ്മൾ വിളക്കെത്തിക്കാനുള്ള സെറ്റപ്പ് എല്ലാം റെഡിയാക്കി. അതപ്പോഴത്തേക്ക് അവിടുത്തെ വ്യൂ ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഞാൻ ഡോറൊക്കെ ഓപ്പൺ ചെയ്ത് അവിടുത്തെ വിൻഡോസ് വ്യൂ ആണിത്. നൈറ്റിലും ഇവിടെ ഫുള്ള് ഭയങ്കര റഷായിരിക്കും. അപ്പോൾ ഞാൻ വിളക്കെത്തിക്കാൻ വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കി. നോക്കിയപ്പോൾ തീപ്പെട്ടി കാണുന്നില്ല. അല്ലല്ലോ, അങ്ങനെയാണല്ലോ. നമ്മളെന്തൊരു അത്യാവശ്യ കാര്യത്തിൽ ചെയ്യുമ്പോഴത്തേക്കൊന്നും കാണില്ല. പിന്നെ അവസാനം ഞാൻ ഗ്യാസ് കത്തിച്ചിട്ട് അതിനകത്തുനിന്ന് തീ എടുത്തിട്ട് പോയി വിളക്കത്തിച്ച്, വേറെ വഴിയില്ലാത്തതുകൊണ്ട്. അപ്പോൾ വിളക്കൊക്കെ കത്തിച്ചു. നല്ല ഐശ്വര്യമായിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ ആയിരുന്നു. വീടെടുക്കാനുള്ള പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഗ്യാസ് കിച്ചണെല്ലാം പ്രോപ്പറായിട്ടുണ്ട്. ആക്ച്വലി മുന്നത്തെ വീട്ടിൽ ഗ്യാസ് ഇല്ലായിരുന്നു. നമ്മൾ ആ ഇൻഡക്ഷൻ അടുപ്പ് വെച്ചിട്ടായിരുന്നു എല്ലാം നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഭയങ്കര പുകയൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് മെയിനായിട്ട് വീട് മാറണം എന്നുള്ളൊരു ഇത് കുറച്ച് എക്സ്പെൻസീവാണ്. എന്നാലും വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് മാറുന്നത്. അപ്പോൾ വിളക്കൊക്കെ കത്തിച്ച് അങ്ങനെ TV ഒക്കെ ഉണ്ട്. പക്ഷേ ഫുൾ ചൈനീസ് ചാനലേ വരത്തുള്ളൂ. അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങോട്ട് പോകാറില്ല, ഫുൾ ടൈം ഫോണിലാണ്. അത് കഴിഞ്ഞിട്ട് പാലൊക്കെ കാച്ചാൻ വേണ്ടിയിട്ട് കുപ്പി പൊട്ടിക്കുകയാണ്. ആദ്യമേ പൊട്ടിക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല, നാശം പിടിക്കാൻ. അതിനകത്ത് എന്തോ ഒരു സംഭവം ഉണ്ട്, അത് നന്നായിട്ട് പുഷ് ചെയ്താലേ വരത്തുള്ളൂ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പാത്രമൊക്കെ പകുതി കരിഞ്ഞ്. പിന്നെ കുഴപ്പമില്ല, പാലൊഴിച്ച് അത് കഴിഞ്ഞ് കുറേ നേരം നിന്നിട്ട് വെയിറ്റ് ചെയ്തിട്ടും ഈ പാല് തിളച്ച് വരുന്നില്ലെന്നേ മേളിലോട്ട്. അവസാനം പിന്നെ ഞാൻ സ്പൂൺ എടുത്തിട്ട് അവിടെയൊക്കെ ഇങ്ങനെ ചുറ്റും ഇങ്ങനെ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് അത് സെറ്റാക്കി. അല്ലാതെ പിന്നെ എന്ത് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ആലേട്ടനാണ് കേട്ടോ വീഡിയോ എടുത്ത് തരുന്നത്. പുള്ളിക്കാരനാണ് ഇപ്പോൾ എൻ്റെ മെയിൻ ഫോട്ടോഗ്രാഫർ, വീഡിയോഗ്രാഫർ കം മോട്ടിവേറ്റർ ഫോർ എവർ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അപ്പം തന്നെ അതെല്ലാം റീപ്ലേസ് ചെയ്ത് സാധനങ്ങളെല്ലാം തിരിച്ചെടുത്ത് വെച്ച് എന്നാലും എനിക്കൊരു സമാധാനം വരത്തുള്ളൂ. ഇല്ലെങ്കിൽ ഒരു ഉറക്കം വരത്തില്ല. അത് ഇനിയും നിറയെ വിശേഷങ്ങളുണ്ട് തായ്വാനിൻ്റെ. അപ്പോൾ നമുക്കറിയാത്ത കുറേ സംഭവങ്ങളുണ്ട്. അതെല്ലാം ഞാൻ മാക്സിമം കവർ ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ട്രൈ ചെയ്യാം. അപ്പോൾ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഫീൽ ഫ്രീ ടു കമൻറ്റ്. അപ്പോൾ ഓക്കെ, ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.